സൗണ്ട് സ്ക്രീൻ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് സൗണ്ട് സ്ക്രീനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, ദെൻ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. So in the last class we discussed connection oriented versus connectionless service. ഇതിൽ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് എന്താണ്, കണക്ഷൻലെസ് സർവീസ് എന്താണ്? ആക്ച്വലി നിങ്ങൾക്ക് ഇന്ന് ഒരു ലാബ് എക്സ്പെരിമെൻറ്റ്, തേർഡ് ലാബ് എക്സ്പെരിമെൻറ്റ് ഈസ് TCP വൺ വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ ആണ്. അതിലൊക്കെ ഈ ഒരു എന്താണ് TCP, എന്താണ് കണക്ഷൻ ഓറിയൻറ്റഡ്, എന്താണ് സർവീസ് പ്രിമിറ്റീവ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. അതൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ കവർ ചെയ്യാം. അതിൻ്റെ ബേസിസിലാണ് ഇന്നത്തെ ലാബ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആൻഡ് കണക്ഷൻലെസ് സർവീസ്? എനിവൺ? കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻലെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? What you mean by connection oriented and connectionless service? Anyone? Yes, okay, Anaga. So connection oriented means, first of all, we establish a connection, we reserve the resources and other resources for this purpose only. After that we transfer the data, and after completing the data we just disconnect this connection. അങ്ങനെയുള്ള സർവീസിനാണ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് എന്ന് പറയുക. ദെൻ അങ്ങനെ അല്ലാതെ ഉള്ളതാണ് കണക്ഷൻലെസ് സർവീസ്. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് കണക്ഷൻ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് ഒരു മെസ്സേജ്, ഒരു വലിയ മെസ്സേജ് സ്പ്ലിറ്റ് ചെയ്ത് അയക്കുമ്പോൾ എല്ലാ മെസ്സേജും സെയിം പാത്ത് തന്നെ ഫോളോ ചെയ്യും. സോ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് വി ക്യാൻ പ്രിസേർവ് ദ ഓർഡർ പ്രിസേർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇവിടെ ഓർഡറിങ് ഇഷ്യൂ ഇവിടെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, so that is connection oriented and connectionless service. Connection oriented service in example ആണ് TCP, connectionless service in example ആണ് UDP. ഓക്കെ, നമ്മുടെ ലാബിൽ നമുക്ക് TCP വൺ വേ കമ്മ്യൂണിക്കേഷൻ, TCP ടു വേ കമ്മ്യൂണിക്കേഷൻ, ദെൻ UDP വൺ വേ കമ്മ്യൂണിക്കേഷൻ, UDP ടു വേ കമ്മ്യൂണിക്കേഷൻ, ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അതിലുള്ള TCP വൺ വേ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഐ മീൻ ലാബിൻ്റെ അകത്ത് തേർഡ് എക്സ്പെരിമെൻറ്റ് TCP വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. Then we discussed quality of service. In quality of service, the term reliable. Reliable means നമ്മൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവറിൽ എത്തും എന്നുള്ള ഒരു എൻഷുർ ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പിക്കുന്നതാണ് റിലയബിൾ എന്ന് പറയാം. അവിടെ എത്തുമെന്ന് ഉറപ്പിക്കാമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സിസ്റ്റം ഒരു റിലയബിൾ സിസ്റ്റമാണ്. നോർമലി അക്നോളജ് വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. എസ്പെഷ്യലി ഫയൽ ട്രാൻസ്ഫർ പോലെയുള്ള സർവീസിലൊക്കെ നമുക്ക് ഈ ഒരു റിലയബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഈ റിലയബിൾ കണക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് മെസ്സേജ് സീക്വൻസും, സെക്കൻഡ് ബൈറ്റ് സ്ട്രീമും. മെസ്സേജ് സീക്വൻസ് മീൻസ് ഹിയർ ദ മെസ്സേജ് ബൗണ്ടറി ഈസ് പ്രിസേർവ്ഡ്. മെസ്സേജ് ബൗണ്ടറി പ്രിസേർവ്ഡ് മീൻസ് രണ്ട് മെസ്സേജ് 1024 ബൈറ്റുള്ള ഒരു മെസ്സേജ്, മറ്റൊരു മെസ്സേജ് രണ്ടും നമ്മൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ
റിസീവർ സൈഡിലും അതേപോലെ തന്നെ രണ്ട് മെസ്സേജ് ആയിട്ട് തന്നെ എത്തണം, അല്ലാതെ കമ്പൈൻ ആയിട്ട് എത്താൻ പാടില്ല. ദാറ്റ് മീൻസ് ദ ബൗണ്ടറി ഷുഡ് ബി പ്രിസർവ്ഡ്. That kind of variation in the reliable connection oriented service is called message sequence. The second one is byte stream. Byte stream അങ്ങനെയുള്ള ഒരു മെസ്സേജ് ബൗണ്ടറി സിറ്റുവേഷൻ ഇല്ല. ഓക്കെ, അതായത് ഒരു 1024 ഉള്ള രണ്ട് മെസ്സേജ് അയച്ചാൽ കമ്പൈൻ ചെയ്തിട്ട് 2048 ഉള്ള സിംഗിൾ മെസ്സേജ് ആയി എത്തിയാലും അവിടെ ഇഷ്യൂ ഇല്ല. ദാറ്റ് കൈൻഡ് ഓഫ് സർവീസ് ഈസ് കോൾഡ് byte stream. Then also we discussed three different type of services. The first one is unreliable connectionless service. That means datagram service. Datagram service reliable എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം there is no physical connection or there is no separate connection established between the sender and receiver. Okay, the sender will or the network will try to deliver the message. Maximum അത് ഡെലിവർ ചെയ്യാൻ വേണ്ടി നോക്കും, but we cannot ensure the reliability. എന്തായാലും അവിടെ എത്തുമെന്ന് എൻഷുർ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് മാക്സിമം എഫേർട്ട് ടു ഡെലിവർ ദ മെസ്സേജ്. ദാറ്റ് കൈൻഡ് ഓഫ് സർവീസ് ഈസ് കോൾഡ് അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ്. എ വേരിയേഷൻ ഇൻ ദ അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ് ഈസ് കോൾഡ് അക്നോളജ്ഡ് ഡാറ്റാഗ്രാം സർവീസ്, വിച്ച് മീൻസ് ഇത് ഡാറ്റാഗ്രാം സർവീസ് തന്നെയാണ്. ബിക്കോസ് ചില സിറ്റുവേഷൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല, അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു ചാനൽ ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെക്കാനുള്ള സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. ബട്ട് വി നീഡ് റിലയബിലിറ്റി. അങ്ങനെയുള്ള സിറ്റുവേഷൻ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് അക്നോളജ്ഡ് ഡാറ്റാഗ്രാം സർവീസ്. ഇൻ ദാറ്റ് കേസ് നമ്മൾ ഒരു എക്സ്ട്രാ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യും. അക്നോളജ്മെൻറ്റ് മെക്കാനിസം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് മെക്കാനിസം ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഡാറ്റാഗ്രാം സർവീസിൻ്റെ അകത്ത് ഈ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് സർവീസ് മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ദ റിസീവർ വിൽ സെൻഡ് എൻ അക്നോളജ്മെൻറ്റ് ബാക്ക് ടു ദ സെൻഡർ and it will inform that okay the message appeared or received here properly എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് സെൻഡർക്ക് പോകും. So the sender can ensure that the message reached there properly without any error. Okay, that kind of service is called acknowledged datagram service. Third one is request reply service. ഈ request reply service client server communication അകത്ത് യൂസ് ചെയ്യുന്നതാണ് request reply service. ഈ റിക്വസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെർവറിനോട് ക്ലയൻറ്റ് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ അതിന് റിപ്ലൈ കൊടുക്കുന്നു. ഇതാണ് നോർമൽ സെർവർ ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഈ കാര്യങ്ങൾ ഒന്ന് നോക്കുക, കാരണം നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്ലയൻറ്റ് സെർവർ ബേസ് ചെയ്തിട്ടുള്ള TCP പ്രോട്ടോകോൾ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഇന്ന് ലാബ് അവറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഉണ്ടാവുക. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സർവീസസ്: reliable service, unreliable connectionless service, acknowledged datagram service, request reply service. കണക്ഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള സർവീസിന് നമ്മൾ ഏത് പ്രോട്ടോകോൾ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? റിലയബിൾ ആയിട്ടുള്ള സർവീസിന് നമ്മൾ എന്ത് പ്രോട്ടോകോൾ ആയിരിക്കും യൂസ് ചെയ്യുക? രണ്ട് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ഉണ്ട്, ഒന്ന് TCP ഒന്ന് UDP ആണ്. സോ റിലയബിൾ ആയിട്ടുള്ള കണക്ഷന് വേണ്ടി നമ്മൾ ഏത് പ്രോട്ടോകോൾ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? റെസ്പോണ്ട് ചെയ്യൂ. യെസ്, ഓക്കെ സുഷ്മ, റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓക്കെ റിലയബിൾ ആയിട്ടുള്ള സർവീസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ് TCP. UDP എന്ന് പറയുന്നത് അൺറിലയബിൾ ആയിട്ടുള്ള ഡാറ്റാഗ്രാം സർവീസിന് യൂസ് ചെയ്യുന്നതാണ് UDP എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സർവീസ് പ്രിമിറ്റീവ്. സർവീസ് പ്രിമിറ്റീവ് പറയുന്നതിന് മുന്നേ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കാരണം ഇതും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സർവീസ് പ്രിമിറ്റീവും എന്ന ടോപ്പിക്കും കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ലാബ് എക്സ്പെരിമെൻ്റ് വരുന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിരിക്കണം. ദെൻ ലാബിൻ്റെ കേസിൽ ഞാൻ ഓൾറെഡി അസൈൻമെൻറ്റ് നമ്പർ 2 ഇപ്പം ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഇഷ്യൂ ചെയ്യാം.
അസൈൻമെൻറ്റ് നമ്പർ 2 ആയിട്ട് തേർഡ് എക്സ്പെരിമെൻറ്റ് TCP വൺ-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ അത് പബ്ലിഷ് ചെയ്യാം. സോ അതിൽ ക്ലയൻറ്റ് സൈഡ് അൽഗോരിതം, സെർവർ സൈഡ് അൽഗോരിതം ഉണ്ടായിരിക്കും. അതേപോലെ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാം, സെർവർ സൈഡ് പ്രോഗ്രാമും ഉണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡിൽ ആ ഒരു ക്ലയൻറ്റ് സൈഡിലുള്ളതും സെർവർ സൈഡിലുള്ളതും അൽഗോരിതവും പ്രോഗ്രാമും എഴുതണം. ഓക്കെ, സോ ഈ ലാബ് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അത് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ക്ലയൻറ്റ് ഉണ്ടാവും, ഒരു സെർവർ ഉണ്ടാവും. ആ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള വൺ-വേ കമ്മ്യൂണിക്കേഷൻ, വിച്ച് മീൻസ് ക്ലയൻറ്റ് സെർവറിന് ഒരു മെസ്സേജ് അയക്കുന്നു, ആ മെസ്സേജ് സെർവറിൽ റീച്ച് ചെയ്യുന്നു. അതാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, സോ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ അൽഗോരിതത്തിൻ്റെയും പ്രോഗ്രാമിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വിത്ത് എക്സിക്യൂഷൻ. ടെർമിനൽ യൂസ് ചെയ്തിട്ട്, ജാവ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ടെർമിനൽ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് നോക്കുക. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ഈ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ടാണ് നമുക്ക് ആ ലാബ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞതിൽ ആ ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് കണക്ഷൻലെസ് സർവീസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഓക്കെ, ആർക്കും ഇഷ്യൂസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സർവീസ് പ്രിമിറ്റീവ്. ഓക്കെ, സോ സർവീസ് പ്രിമിറ്റീവ് മീൻസ് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓപ്പറേഷൻ. ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ സർവീസ് പ്രിമിറ്റീവ് എന്ന് പറയുക. എ സർവീസ് ഈസ് ഫോർമലി സ്പെസിഫൈഡ് ബൈ എ സെറ്റ് ഓഫ് പ്രിമിറ്റീവ് ഓർ എ സെറ്റ് ഓഫ് ഓപ്പറേഷൻ. അങ്ങനെയുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ സർവീസ് പ്രിമിറ്റീവ് എന്ന് പറയുക. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സർവീസസ് ഓർ സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് എന്ന് പറയുക. നോർമലി ദീസ് പ്രിമിറ്റീവ്സ് ആർ സിസ്റ്റം കോൾസ്. ഓക്കെ, ഇനി ലാർജ് നമ്പർ ഓഫ് പ്രിമിറ്റീവ്സ് ആർ അവൈലബിൾ ആൻഡ് ദ സെറ്റ് ഓഫ് പ്രിമിറ്റീവ് അവൈലബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് സർവീസസ് ബീങ് പ്രൊവൈഡഡ്. അതായത് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആണോ, കണക്ഷൻ ലെസ് സർവീസ് ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിസിലാണ് ഈ പ്രിമിറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ദ സെറ്റ് ഓഫ് പ്രിമിറ്റീവ്സ് വിച്ച് ആർ ടു ബി യൂസ്ഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് സർവീസ് ബീങ് പ്രൊവൈഡഡ്. ഏത് സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഇത് അനുസരിച്ചിട്ട് ഈ സർവീസ് പ്രിമിറ്റീവ് ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രിമിറ്റീവ്സ് ആയിരിക്കാം, കണക്ഷൻ ലെസ് സർവീസ് ആണെങ്കിൽ അനദർ സെറ്റ് ഓഫ് സർവീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ബേസിക് ഐഡിയ കിട്ടിയല്ലോ. എന്താണ് സർവീസ് പ്രിമിറ്റീവ്? സർവീസ് പ്രിമിറ്റീവ് മീൻസ് എ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് അധികം ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സർവീസ് പ്രിമിറ്റീവ്. സോ സർവീസ് പ്രിമിറ്റീവ് എന്തൊക്കെയാണ് സർവീസ് പ്രിമിറ്റീവ്സ് എന്ന് നോക്കാം. ഒരു സർവീസ് പ്രിമിറ്റീവ് ആണ് ലിസൺ, അനദർ കണക്ട്, ആക്സെപ്റ്റ്, റിസീവ്, സെൻഡ്, ഡിസ്കണക്ട്. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ പ്രിമിറ്റീവ്സ് എന്ന് പറയുക. നമുക്കൊരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുള്ള കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിമിറ്റീവ്സ് നമുക്ക് നോക്കാം. ലിസൺ, കണക്ട്, ആക്സെപ്റ്റ്, റിസീവ്, സെൻഡ് ആൻഡ് ഡിസ്കണക്ട്. ഈ ടേം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്താണ് സർവീസ് പ്രിമിറ്റീവ് അല്ലെങ്കിൽ എന്താണ് ഈ ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ലിസൺ എന്ന് പറയുന്ന കമാൻഡ് സെർവർ സൈഡിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രിമിറ്റീവ് ആണ്. ദ ലിസൺ കമാൻഡ് ഈസ് യൂസ്ഡ് ഇൻ ദ സെർവർ സൈഡ്. ഓക്കെ, എന്തിനാണ് സെർവർ സൈഡിൽ ലിസൺ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്? ക്ലയൻറ്റ് സെർവർ എന്ത് ചെയ്യും?
ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും റിക്വസ്റ്റ് വരുന്നുണ്ടോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ലിസൺ ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലയൻറ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് സെർവർ ലിസൺ ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ ക്ലയൻറ്റിന് സെർവറുമായിട്ട് കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ സെർവർ ബിസി ആണെങ്കിൽ ഒരിക്കലും ലിസൺ എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രിമിറ്റീവ് എക്സിക്യൂട്ട് ചെയ്യില്ല. സെർവർ ഫ്രീ ആണെങ്കിൽ മാത്രമാണ് ഇത്. അല്ലെങ്കിൽ ഓൾറെഡി സെർവറിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു വർക്ക് കൂടി എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് ലിസൺ പ്രിമിറ്റീവ് യൂസ് ചെയ്യുക. ലിസൺ പ്രിമിറ്റീവ് ഓക്കെ ആണെങ്കിൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്ത് കൊടുത്താൽ ക്ലയൻറ്റിന് ആ ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദ ഫസ്റ്റ് പ്രിമിറ്റീവ് ഈസ് ലിസൺ. സെർവർ ക്ലയൻറ്റിനെ ലിസൺ ചെയ്യുന്ന പ്രിമിറ്റീവാണ് ലിസൺ. സെക്കൻഡ്, കണക്ട്. കണക്ട് എന്ന് പറയുന്ന പ്രിമിറ്റീവ് യൂസ് ചെയ്യുന്നത് ഒരു ക്ലയൻറ്റ്, ഇപ്പോൾ ക്ലയൻറ്റ് സെർവർ എൻവയോൺമെൻ്റ് ആണെങ്കിൽ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, അത് സെർവറിന് ഓക്കെ ആണ് എങ്കിൽ, ലിസൺ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർവീസ് പ്രിമിറ്റീവ് ആണ് കണക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആക്സെപ്റ്റ്. ആക്സെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സെൻഡർ അല്ലെങ്കിൽ ക്ലയൻറ്റ് സെർവറിനോട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ട് എന്ന് പറയുന്ന പ്രിമിറ്റീവ് യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് സെർവർ ഓക്കെ ആണ്, ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ സെർവർ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് എന്ന് പറയുന്ന പ്രിമിറ്റീവ് യൂസ് ചെയ്യും. ആക്സെപ്റ്റ് പ്രിമിറ്റീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലയൻറ്റ് കൊടുക്കുന്ന കണക്ഷൻ സെർവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴാണ് എക്സാക്ട്ലി ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെയും ഇടയിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയത്. ഓക്കെ, ദെൻ മൂന്നെണ്ണം ബാക്കിയുണ്ട്. റിസീവ്, സെൻഡ് ആൻഡ് ഡിസ്കണക്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ദെൻ അങ്ങനെയാണ് ബാക്കിയുള്ള 3 പ്രിമിറ്റീവ് എന്തിനായിരിക്കും? ലിസൺ എന്ന് പറയുന്നത് സെർവർ ലിസൺ ചെയ്യുന്നു, ഏതെങ്കിലും ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ, ആ ലിസൺ ആണ് സെർവറിൻ്റെ അടുത്ത് എങ്കിൽ ക്ലയൻറ്റ് എന്ത് ചെയ്യും? കണക്ട് എന്ന് പറയുന്ന പ്രിമിറ്റീവ് വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടാവുക. ദെൻ ആക്സെപ്റ്റ്, സെർവർ ഫ്രീ ആണ്, സെർവർ ലിസൺ ആണ്, ആ സമയത്ത് സെർവർ ക്ലയൻറ്റിന് എടുക്കുന്ന ഒരു കണക്ട് റിക്വസ്റ്റ് വന്നാൽ അത് ആക്സെപ്റ്റ് എന്ന് പറയുന്ന പ്രിമിറ്റീവ് യൂസ് ചെയ്തിട്ട് കണക്ഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. നൗ ദ കണക്ഷൻ ഈസ് സെറ്റപ്പ്. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെൻഡ്, റിസീവ് ആൻഡ് ഡിസ്കണക്ട്? ആർക്കും പറയാൻ പറ്റുമോ? എന്തായിരിക്കും പർപ്പസ് ഓഫ് സെൻഡ്, റിസീവ് ആൻഡ് ഡിസ്കണക്ട്? സെൻഡ്, റിസീവ് ആൻഡ് ഡിസ്കണക്ട്. നിങ്ങളുടെ ഐഡിയ പറയൂ. അത് അത്ര പ്രിമിറ്റീവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. വാട്ട് ഈസ് സെൻഡ്, വാട്ട് ഈസ് റിസീവ് ആൻഡ് വാട്ട് ഈസ് ഡിസ്കണക്ട്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ, തെറ്റിക്കോട്ടെ. യെസ്, സെൻഡ് മീൻസ് ക്ലയൻറ്റ് സെൻഡ് ടു സെർവർ, സെർവറിലോട്ട് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, കറക്റ്റാണ്. ക്ലയൻറ്റ് സെർവറിലോട്ട് സെൻഡ് ചെയ്യുന്നു. ഇപ്പം ക്ലയൻറ്റ് സെർവർ എൻവയോൺമെൻറ്റിലാണ് നമ്മളിത് പറയുന്നതെങ്കിൽ ക്ലയൻറ്റ് സെർവറിലോട്ട് സെൻഡ് ചെയ്യുന്നു. ബട്ട് എന്താണ് സെൻഡ് ചെയ്യുന്നത്? ഡാറ്റയാണ് സെൻഡ് ചെയ്യുന്നത്. കാരണം ആദ്യം നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. നൗ ദ കണക്ഷൻ ഈസ് എസ്റ്റാബ്ലിഷ്, നൗ ഇറ്റ്സ് ടൈം ടു സെൻഡ് ദ ഡാറ്റ. അങ്ങനെയുള്ള ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിമിറ്റീവ് ആണ് സെൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് റിസീവ് എന്തായിരിക്കും? സെർവർ സൈഡിൽ അയക്കുന്ന ഡാറ്റ, ക്ലയൻറ്റ് അയക്കുന്ന ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് റിസീവ് കമാൻഡ്. അങ്ങനെ കംപ്ലീറ്റ് ഡാറ്റയും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആ കണക്ഷനെ എന്ത് ചെയ്യണം? ടെർമിനേറ്റ് ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡിസ്കണക്ട്. ആൻഡ് ഇഫ് വി ആർ യൂസിങ് ടു-വേ കമ്മ്യൂണിക്കേഷൻ, ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ സെൻഡും റിസീവും ക്ലയൻറ്റിൻ്റെ സൈഡിലും ഉണ്ടാവും, സെർവറിൻ്റെ സൈഡിലും ഉണ്ടാവും. കാരണം ടു-വേ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലയൻറ്റ് സെർവറിനും സെർവർ ക്ലയൻറ്റിനും അയക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ടു-വേ കമ്മ്യൂണിക്കേഷൻ. സോ ദീസ് ബോത്ത് സെൻഡ് ആൻഡ് റിസീവ് പ്രിമിറ്റീവ് വിൽ ബി യൂസ്ഡ് ബൈ ബോത്ത് ദ സെർവർ ആൻഡ് ക്ലയൻറ്റ്. ഓക്കെ, വൺ-വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ക്ലയൻറ്റ് മാത്രമേ അയക്കുന്നത്, സെർവർ റിസീവ് ചെയ്യുന്നു എന്ന് പറയാം. അല്ലെ സെർവർ മാത്രമാണ് അയക്കുന്നത്, ക്ലയൻറ്റ് റിസീവ് ചെയ്യുന്നു എന്ന് പറയാം. Two-way communication, both the client and server can send the messages or data in both ways.
ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രിമിറ്റീവ്സ് അല്ലെ ബേസിക് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ക്ലയൻറ്റ് സെർവറിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ലിസൺ എന്ന് പറയുന്ന കമാൻഡ് ആര് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്? ലിസൺ കമാൻഡ് ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് യൂസ് ചെയ്യുന്നത്? ക്ലയൻ്റ് ആണോ സെർവർ ആണോ? ലിസൺ എന്ന ഓക്കെ സെർവറാണ് ചെയ്യുന്നത്. ഓക്കെ, സലാനക സെർവറാണ് ലിസൺ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ലിസൺ കമാൻഡ്. ഈ ലിസൺ കമാൻഡ് ഓക്കെ ആണെങ്കിലാണ് ക്ലയൻറ്റിന് മീൻസ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇഫ് ദ സെർവർ ഈസ് ബിസി ദെൻ ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ഓർ എക്സിക്യൂട്ട് ദിസ് ലിസൺ കമാൻഡ്. ഓക്കെ, ദെൻ കണക്ട്, ക്ലയൻറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡാറ്റ സെൻഡ് ചെയ്യുന്നു, ആ സെൻഡ് ചെയ്ത ഡാറ്റ റിസീവ് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് ടു വേ കമ്മ്യൂണിക്കേഷൻ, രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഫൈനലി ആഫ്റ്റർ ഓൾ ദ ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ദ കണക്ഷൻ വിൽ ബി ഡിസ്കണക്റ്റഡ്. അതിനു വേണ്ടിയിട്ടാണ് ഡിസ്കണക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ഫിഗർ വൈസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ലിസൺ കമാൻഡ് കണക്ട്, റിസീവ്, സെൻഡ്, ഫോളോഡ് ബൈ റിസീവ്, സെൻഡ്, ഡിസ്കണക്ട്, ഡിസ്കണക്ട്. ഇതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ക്ലയൻറ്റ് മിഷൻ, ഇത് സെർവർ മിഷൻ. നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വരക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോക്സ് വരച്ചിട്ട് ഇത് ക്ലയൻറ്റ് മിഷൻ ആണെന്ന് പറയാം, ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ട് സെർവർ മിഷൻ ആണെന്ന് പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 5 മാർക്ക് 4 മാർക്കിനൊക്കെ സ്ഥിരം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സർവീസ് പ്രിമിറ്റീവ്. സോ യു ഹാവ് ടു റൈറ്റ് വാട്ട് ഈസ് സർവീസ് പ്രിമിറ്റീവ്, then you have to list what are the service primitives used, and you have to draw this diagram between client and server and explain how this communication occurred by using this service primitives. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, മോസ്റ്റ്ലി 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ലിസൺ, സെക്കൻഡ് വൺ കണക്ട്, റിസീവ്, സെൻഡ് ഫോളോഡ് ബൈ റിസീവ്, സെൻഡ്, ഡിസ്കണക്ട് ആൻഡ് ഡിസ്കണക്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ക്ലയൻറ്റ് മിഷൻ, സെർവർ മിഷൻ. ആദ്യം തന്നെ ക്ലയൻറ്റ് സെർവർ എന്ത് ചെയ്യും, ലിസൺ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റിന് എന്ത് ചെയ്യാം, ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ക്ലയൻറ്റ് സെർവറിന് ഒരു റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സെർവർ ആ സമയം ഫ്രീ ആണ്, കാരണം ഫ്രീ ആയതുകൊണ്ടാണ് ലിസൺ എന്ന് പറയുന്ന പ്രിമിറ്റീവ് ആദ്യം എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം എന്ത് ചെയ്യാം, ഇത് ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്കൊരു ഇതയക്കും. ദെൻ ഇവിടെ ക്ലയൻറ്റിന് സെർവറിൽ നിന്ന് ഒരു ഡാറ്റ എടുക്കുകയാണ് വേണ്ടത്. സോ റിക്വസ്റ്റ് ഫോർ ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുന്നു. സെർവർ എന്ത് ചെയ്യുന്നു, ആ ഡാറ്റ എടുത്തിട്ട് ക്ലയൻറ്റിന് തിരിച്ചയച്ചു കൊടുക്കുന്നു. സോ നൗ ദ ഓപ്പറേഷൻ കംപ്ലീറ്റഡ്. നൗ ദ ക്ലയൻറ്റ് എന്ത് ചെയ്യും, ഡിസ്കണക്ട് എന്ന് പറഞ്ഞിട്ട് സെർവറിനൊന്ന് കൊടുക്കുന്നു. അപ്പോൾ സെർവറിന് മനസ്സിലായി, ഓക്കെ നൗ ദ ക്ലയൻറ്റ് കംപ്ലീറ്റഡ് ഇറ്റ്സ് ഓപ്പറേഷൻ, ആൻഡ് അത് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സോ സെർവർ എന്ത് ചെയ്യും, ഓക്കെ ദെൻ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ട് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് സർവീസ് പ്രിമിറ്റീവ് വെച്ചിട്ട് ക്ലയൻറ്റ് സെർവേഴ്സിൻ്റെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ ആണോ? ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല നമ്മൾ ലാബ് ചെയ്യുന്നതും ഇതിൻ്റെ ബേസിസിലാണ്. ഒന്നുകൂടി, സർവീസ് പ്രിമിറ്റീവ് ഈസ് എ സെറ്റ് ഓഫ് ഓപ്പറേഷൻ ഓർ ബേസിക് ഓപ്പറേഷൻസ്. അത് ഏത് ടൈപ്പ് സർവീസാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് ആണ്: ലിസൺ, കണക്ട്, ആക്സെപ്റ്റ്, റിസീവ്, സെൻഡ് ആൻഡ് ഡിസ്കണക്ട്. ലിസൺ ഈസ് ഹാൻഡിൽഡ് ബൈ ദ സെർവർ which is waiting for an incoming connection, and connect means a request from the client to establish a connection to the server. Accept means if the server is not busy, then it is ready to accept the connection. Accept. After that, the client and server send data in both the direction. If we are using two-way communication, for that we use send and receive primitive. And finally, after transferring all the data, we use the disconnect command. Okay, so ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള primitives. Then primitive യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഒക്കർ ചെയ്യുന്നത്.
ക്ലയൻറ്റ് മിഷൻ, സെർവർ മിഷൻ. ക്ലയൻറ്റ് മീൻസ് സെർവർ ആദ്യം ലിസൺ ചെയ്യും, ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ക്ലയൻറ്റിന് സെർവറിൽ നിന്ന് ഡാറ്റ എടുക്കുകയാണ് ഇവിടെ വേണ്ടത്. സോ ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ നോക്കിയിട്ട് ആ ഡാറ്റ കൊടുക്കുന്നു. ഫൈനലി ക്ലയൻറ്റ് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ ഓക്കെ ഡിസ്കണക്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ക്ലയൻറ്റിന് കൊടുക്കുന്നു. ഇത്രയാണ് സർവീസ് പ്രിമിറ്റീവ്. സോ ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. സർവീസ് പ്രിമിറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. സർവീസ് പ്രിമിറ്റീവ് ഓക്കെ ആണോ? ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ ഓക്കെ. സോ ലാബിൻ്റെ കേസ്. ലാബിൽ ഇപ്പം നമ്മൾ ചെയ്യുമ്പം നിങ്ങൾ ആ ലാബിൻ്റെ സമയത്ത് വീഡിയോ ഉണ്ട്, മെറ്റീരിയൽ തന്നിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കിയിട്ട് റെക്കോർഡിൽ എഴുതിയാൽ മതി. ആ അവറിൽ നിങ്ങൾ പ്രസൻ്റ് ആവണ്ട, ബട്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ദെൻ ഓൾറെഡി 1-2 എക്സ്പെരിമെൻ്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എഴുതിയതിന് ശേഷം അതൊന്ന് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സോ അസൈൻമെൻ്റ് ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അപ്പം ആദ്യത്തെ 2 എക്സ്പെരിമെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അത് ഒരു വീക്ക് കൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ റെക്കോർഡിൽ എഴുതിയത് ഒന്ന് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കുക. ദെൻ ഈ സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ ഞാൻ ഓൾറെഡി അൽഗോരിതവും പ്രോഗ്രാമും അയച്ചിട്ടുണ്ട്, അസൈൻമെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോവും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ നോക്കി ക്ലിയർ ചെയ്യുക. നമ്മൾ ജാവയിലാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ജാവയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫയൽ കമ്പൈൽ ചെയ്യുക? നമുക്ക് 2 ഫയൽ ഉണ്ടാക്കി വെക്കണം. ഒരു ക്ലയൻറ്റ് ഫയലും ഒരു സെർവർ ഫയലും ഉണ്ടാക്കണം. ജാവയിൽ കമ്പൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീൻസ് കോഡ് എന്താണ്? സിസ്റ്റത്തിൽ ഓൾറെഡി ജാവ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഒരു ജാവ ഫയൽ ഉണ്ടാക്കണം. അതായത് ക്ലയൻറ്റിന് വേണ്ടി ഒരു ഫയൽ, സെർവറിന് വേണ്ടി ഒരു ഫയൽ. അതായത് നിങ്ങൾ ക്ലയൻറ്റ് പ്രോഗ്രാം കോപ്പി ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ പേരിൽ ഒരു ജാവ ഫയൽ ഉണ്ടാക്കുക, സെർവർ പ്രോഗ്രാം കോപ്പി ചെയ്തിട്ട് സെർവറിൻ്റെ പേരിൽ ഒരു ജാവ ഫയൽ ഉണ്ടാക്കുക. സപ്പോസ് ദാറ്റ് ഫയൽ ഈസ് client.java and the server file is server.java. എങ്ങനെയാണ് നമ്മൾ ജാവയിൽ കമ്പൈൽ ചെയ്യുക? ജാവയിൽ കമ്പൈൽ ചെയ്യുന്ന കോഡ് എങ്ങനെയാണ്? നിങ്ങൾ ജാവ പ്രോഗ്രാമിംഗ് മുന്നേ യൂസ് ചെയ്തിട്ടില്ലേ? അല്ലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് മുന്നേ യൂസ് ചെയ്തിട്ടില്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാ അതിനെ കമ്പൈൽ ചെയ്യുക? ാണ് നമ്മൾ കമ്പൈൽ ചെയ്യുക. ജാവ സി സ്പേസ് ഫയൽ നെയിം, നിങ്ങൾ എന്ത് പേരാണോ കൊടുത്തിട്ടുള്ളത് ആ ഫയൽ നെയിം .java എന്നാണ് കമ്പൈൽ ചെയ്യുക. എങ്ങനെയാ ജാവ ഫയലിനെ റൺ ചെയ്യുക? ഈ FN ഞാൻ കൊടുത്തത് നിങ്ങൾ കൊടുത്ത ഫയലിന്റെ പേരാണ്. അപ്പം നിങ്ങൾ സെർവർ എന്നാണ് കൊടുത്തതെങ്കിൽ server.java, ജാവ സി server.java. എങ്ങനെ ഇതിനെ റൺ ചെയ്യുക? ജാവ ഫയൽ നെയിം, അതായത് server.java എന്ന് നിങ്ങൾ കൊടുത്തതെങ്കിൽ ജാവ സ്പേസ് സെർവർ എന്നാണ് നിങ്ങൾ റൺ ചെയ്യുക. ഓക്കെ, സോ ഈ സർവീസ് പ്രിമിറ്റീവ് പ്രകാരം നിങ്ങൾ ആദ്യം എന്താണ് റൺ ചെയ്യേണ്ടത്? ക്ലയൻ്റ് ആണോ റൺ ചെയ്യേണ്ടത്, സെർവർ ആണോ റൺ ചെയ്യേണ്ടത്? ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തേ. നമ്മൾ എന്താണ് റൺ ചെയ്യേണ്ടത്? ക്ലയൻ്റ് ആണോ ചെയ്യേണ്ടത്, സെർവർ ആണോ ആദ്യം റൺ ചെയ്യേണ്ടത്? കമ്പയർ നമുക്ക് ഏത് ഓർഡറിലും ചെയ്യാം, അത് ഇഷ്യൂ അല്ല. ഫസ്റ്റ് വേണമെങ്കിൽ ക്ലയൻറ്റ് പ്രോഗ്രാം കമ്പയർ ചെയ്യാം, സെർവർ പ്രോഗ്രാം കമ്പയർ ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. ഏതാണ് നമ്മൾ ആദ്യം റൺ ചെയ്യേണ്ടത്? ഇപ്പൊ പഠിച്ച സർവീസ് പ്രിമിറ്റീവ് വെച്ച് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ഏതാണ് ആദ്യം റൺ ചെയ്യേണ്ടത്?
റെസ്പോണ്ട് ചെയ്യുമോ? സർവീസ് യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും ആദ്യം റൺ ചെയ്യേണ്ടി വരിക? ഈ കണക്ഷൻ എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക? ക്ലയന്റ് വെറുതെ കണക്ഷൻ കൊടുത്താൽ അപ്പം തന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമോ? ആദ്യം എന്തുണ്ടാവണം? സെർവർ ലിസൺ ചെയ്യണം. സെർവർ ലിസൺ ചെയ്താൽ മാത്രമേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുള്ളൂ. നമ്മൾ സർവീസ് യൂണിറ്റ് പഠിച്ചില്ലേ? ലിസൺ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം ആരാണ് റൺ ചെയ്യേണ്ടത്? സെർവർ ആയിരിക്കും ആദ്യം റൺ ചെയ്യേണ്ടത്. സെർവർ റൺ ചെയ്താലാണ് പിന്നെ ക്ലയന്റ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ നമുക്ക് ഇവിടെ കോൺടാക്ട് ക്ലാസ് വരുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ആ സമയത്ത് നിങ്ങൾ ക്ലയന്റ് ആദ്യം റൺ ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ റെഫ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. കാരണം സെർവർ റെഡി ആയിട്ടില്ല, സെർവർ ലിസൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് കാണിക്കുന്നത്. കണക്ഷൻ റെഫ്യൂസ്ഡ് എന്നായിരിക്കും ക്ലയന്റ് നിങ്ങൾ ആദ്യം റൺ ചെയ്യാൻ നോക്കിയാൽ കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു ഐഡിയ കൂടി മനസ്സിൽ വെക്കണം ആ ഒരു ലാബിന്റെ പ്രോഗ്രാം മനസ്സിലാക്കുന്ന സമയത്ത്, ഈ വീഡിയോ കാണുന്ന സമയത്ത്. ഓക്കെ, സോ ഇത്രയാകുമ്പോൾ നമ്മൾ ആ ഒരു ലാബും എക്സ്പെരിമെന്റും സർവീസ് പ്രിമിറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റും ഓക്കെ ആയി, കംപ്ലീറ്റ് ആയി. ഇതിൽ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു ലാബിന്റെ സമയത്ത് ആ ഒരു പ്രോഗ്രാം അൽഗോരിതം ആൻഡ് വീഡിയോ നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റുള്ള ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് 2 ടോപ്പിക്കാണ്. ഒന്ന് OSI റെഫറൻസ് മോഡലും TCP/IP റെഫറൻസ് മോഡലും. അതിലുള്ള ഒന്നാമത്തെ മോഡലാണ് OSI റെഫറൻസ് മോഡൽ. എക്സാമിന് 9 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് OSI റെഫറൻസ് മോഡൽ. ഇതുവരെ ഉള്ളതിൻ്റെ അകത്ത് ഒരു 5 എക്സാം കഴിഞ്ഞതിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും OSI ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ടൈമിലാണ് TCP/IP ചോദിച്ചിട്ടുള്ളത്. സോ ഏറ്റവും essay ക്വസ്റ്റ്യൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് OSI റെഫറൻസ് മോഡൽ. ആൻഡ് ദിസ് OSI റെഫറൻസ് മോഡൽ മീൻസ് നമ്മളിതിനെ കോമൺ ആയിട്ട് ISO OSI റെഫറൻസ് മോഡൽ എന്നാണ് പറയുക. ഓക്കെ, ISO OSI റെഫറൻസ് മോഡൽ. OSI മീൻസ് ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ട്. എന്താ ഓപ്പൺ സിസ്റ്റം? ഓപ്പൺ സിസ്റ്റം മീൻസ് എ സിസ്റ്റം വിച്ച് ഈസ് റെഡി ടു ആക്സെപ്റ്റ് കണക്ഷൻ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, സോ ദിസ് OSI റെഫറൻസ് മോഡൽ ഇൻക്ലൂഡ്സ് 7 layers. ഓൾറെഡി നമ്മൾ ചെറിയ രീതിയിൽ ഇതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു OSI റെഫറൻസ് മോഡൽ. ആ OSI റെഫറൻസ് മോഡലിനകത്ത് 7 layers ആണുള്ളത്. ഈ 7 layers ഈ ഓർഡറിൽ തന്നെ നമുക്ക് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡർ മാറിപ്പോകാൻ പാടില്ല, ഇതേ ഓർഡറിൽ പഠിക്കണം. അത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെന്താണെന്ന് ഓരോ ലെയറും എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് OSI റെഫറൻസ് മോഡൽ 7 layers ഉണ്ട്. ആ ലേയേഴ്സ് ഇതിൻ്റെ ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം. ഒന്ന് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഈ OSI റെഫറൻസ് മോഡലിൽ എന്തുകൊണ്ട് നമ്മൾ 7 layers ചൂസ് ചെയ്തു? ആക്ച്വലി ഇറ്റ്സ് എ റെഫറൻസ് മോഡൽ. നമ്മളൊരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു റെഫറൻസ് ആക്കി വെക്കുന്ന ഒരു മോഡലാണ് OSI റെഫറൻസ് മോഡൽ. And in OSI reference model, there are 7 layers. Why we choose 7 layers in OSI reference model? It's because നമുക്കൊരു വെൽ ഡിഫൈൻഡ് അബ്സ്ട്രാക്ഷൻ വേണം. അതായത് ഓരോ ലെയേഴ്സിനും ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇന്റർഫേസ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെയേഴ്സിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം കുറക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ ലെയേഴ്സിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്രൈറ്റീരിയാസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ OSI റെഫറൻസ് മോഡലിനെ 7 layers ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഓരോ ലെയറിനും ഒരു വെൽ ഡിഫൈൻഡ് അബ്സ്ട്രാക്ഷൻ വേണം, ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ, കോമൺ ഫംഗ്ഷൻ വേണം, ആൻഡ് ഈ ലെയേഴ്സിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ മാക്സിമം റിഡ്യൂസ് ചെയ്യണം. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ 7 layers ആക്കിയിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഓർഡർ ആലോചിക്കുക: ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ട്, സെഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ലെയേഴ്സ്. ഓക്കെ, നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് പറയാം. എന്നാലും ഓരോ ലെയറിലും എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്? ഫിസിക്കൽ ലെയറിൽ എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറിൽ എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ ലെയറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസുകളുണ്ട്.
അതിൽ ഫിസിക്കൽ ലെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം എന്താണ്? അല്ലെ ഫിസിക്കൽ ലെയറിൽ എന്ത് ടൈപ്പിലുള്ള ഡാറ്റയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ആർക്കും പറയാൻ പറ്റുമോ? നമ്മൾ ഓൾറെഡി ഇത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും താഴെയുള്ള ലെയർ ഫിസിക്കൽ ലെയർ. ആ ഫിസിക്കൽ ലെയറിൽ നമ്മൾ ഡാറ്റയുടെ എന്ത് ഫോമിലാണ് ഡീൽ ചെയ്യുന്നത്? എനിവൺ? നിങ്ങൾ ഐഡിയാസ് പറയൂ. ഫിസിക്കൽ ലെയറിൽ നമ്മൾ ബിറ്റ്സ് ആയിട്ടായിരിക്കും ഡാറ്റയെ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ എന്തായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? ഡാറ്റ ലിങ്ക് ലെയർ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ഡാറ്റ ലിങ്ക് ലെയറിൽ കുറേ ബിറ്റുകൾ ചേർന്നാൽ ബൈറ്റ്സ് ആവും. അങ്ങനെയുള്ള കുറേ ബൈറ്റ്സുകൾ ചേർന്നിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് ഡാറ്റ ലിങ്ക് ലെയറിൽ? എനിവൺ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ കേട്ട ടേംസ് ആണ്. യെസ്, ഓക്കെ ജസ്ന. രണ്ടാമത്തെ ഡാറ്റ ലെയറിൽ നമ്മൾ ഫ്രെയിംസ് ആയിട്ടായിരിക്കും ഡാറ്റയെ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. നെറ്റ്വർക്ക് ലെയറിൽ എന്തായിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക? നെറ്റ്വർക്ക് ലെയറിൽ എന്തായിട്ടായിരിക്കും ഡാറ്റയെ ഡീൽ ചെയ്യുന്നുണ്ടാവുക? നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡാറ്റയെ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇത്രയുമാണ് മേജർ പോയിന്റ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഫിസിക്കൽ ലെയറിൽ ബിറ്റ്സ് എന്നുള്ള ടേം എന്തായാലും വന്നിരിക്കണം, ഇവിടെ ഫ്രെയിംസ് വന്നിരിക്കണം, ഇവിടെ പാക്കറ്റ്സ് വന്നിരിക്കണം. ദെൻ ട്രാൻസ്പോർട്ട് ലെയർ മുതൽ അങ്ങോട്ട് ഈ പാക്കറ്റ്സിനെ കമ്പൈൻ ചെയ്തിട്ട് അങ്ങോട്ടേക്കൊക്കെ അയക്കുന്നതാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. സോ നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനന്ദ്, ഓക്കെ ഓക്കെ. അഭിനവ്, ഓക്കെ. ആദർശ്, അജ്മൽ, സോറി അദ്വൈത്, അജ്മൽ, അഖിൽ, അനക, അഞ്ജലി, അനുഗ്രഹ്, അതിൻ, അതുൽ, ദേവിക, ദിൽന, Present, sir. മസ്ന, ജസ്ന, Present, sir. പാർത്തി, കീർത്തന, Present, sir. സിനാൻ, ഇജാസ്, Present, sir. നഫ, നേഹ, Present, sir. ഓക്കെ. നിതിൻ, പ്രണവ് എ, Present, sir. പ്രണവ് സി, റൈസ, റസാന, റുസ്വിൻ ആബ്സെന്റ് ആണോ? റോഷൻ, സഹല ബി, സഹല എൻ, സംഗീത്, സാരംഗ്, Present, sir. Present, sir. ഷാരുൺ, ശ്രദ്ധ, Present, sir. വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ. Present, sir. അഞ്ജിത, ഷിറോണ ആബ്സെന്റ് ആണോ? ഓക്കെ ഓക്കെ. ദെൻ ലാബിൻ്റെ അവർ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇത് നോക്കുക, റെക്കോർഡ് കൃത്യമായിട്ട് എഴുതുക, പ്രോഗ്രാം നോക്കി മനസ്സിലാക്കുക, അതിനുശേഷം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ബേസിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതായിരിക്കും. സോ കൃത്യമായിട്ട് ചെയ്തിട്ട്
അപ്ലോഡ് ചെയ്യാം. അതേപോലെ ഇതുവരെ കഴിഞ്ഞതിൻ്റെയും ഈ ഒരു വീക്ക് കൊണ്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.